Dear students, welcome all. Until the last class, we have learned the seasons. Now we are going to learn the time. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ പാഠഭാഗമായ ഋതുഭേദങ്ങളും സമയവും, അതിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ഋതുഭേദങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമയത്തെക്കുറിച്ചാണ്. ടൈം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഐ ആം ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈസ് ദ സെയിം ടൈം എവരിവെയർ ഇൻ ദ വേൾഡ്? ഈസ് ഇറ്റ് ദി സെയിം ടൈം എവരിവെയർ ഇൻ ദ വേൾഡ്? അതായത് ലോകത്തെല്ലാവരുടെയും ഒരേ സമയമാണോ നിലനിൽക്കുന്നത്? വാട്ട് ഈസ് ദ ആൻസർ? Answer is no. When it is day in India, it is night in America. When it is day in India, it is night in America. അതായത് ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരുടെയും ഒരേ സമയമല്ല നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. In the olden days, the time was calculated by looking at the shadow. In the olden days, time was calculated by looking the shadows, looking at the shadows. അതായത് ആദ്യകാലങ്ങളിൽ സമയം നിർണയിച്ചിരുന്നത് നിഴലിനെ നോക്കിയായിരുന്നു, ഷാഡോയെ നോക്കിയായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും. Please watch the video. Local time. According to local time, it is midday when the sun passes the line of longitude at our point of observation. This is why we also use the term meridian, meaning midday in Latin. In the 19th century, time used to be measured in local time. However, the acceleration of transport made the use of local time difficult. For example, when traveling from Strasbourg to Munich, one had to adjust one's watch 16 minutes ahead. So it was then decided to use standard time within a country or within larger regions of a country. What do you understand from the video? ആ വീഡിയോയിൽ നിങ്ങൾ എന്താണ് കണ്ടത്? യെസ്, ദ ലോക്കൽ ടൈം, അതായത് പ്രാദേശിക സമയം, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ കണ്ടത്. What is local time? The time estimated at each place based on the apex position of the sun is termed as local time. The time estimated at each place based on the apex position of the sun is termed as the local time. അതായത് ഓരോ സ്ഥലത്തും സൂര്യന്റെ ഉച്ചനിലയെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം എന്ന് പറയുന്നു. അതായത് ഓരോ പ്രദേശത്തും സൂര്യന്റെ ഉച്ചനിലയെ ആധാരമാക്കിയാണ് സമയം കണ്ടെത്തുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? പ്രാദേശിക സമയം എന്ന് വിളിക്കാം. എന്താ ഉച്ചനില എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സൂര്യൻ തലക്ക് മീതെ വരുന്നത് ഉച്ചക്ക് 12 മണി. ഈ രീതിയിലാണ് പ്രാദേശിക സമയം കണക്കാക്കിയിട്ടുള്ളത്. One more question. What will be the complications if there are several local time in a country? What will be the complications if there are several local time in a country? അതായത് ഒരു രാജ്യത്ത് ധാരാളം പ്രാദേശിക സമയം ഉണ്ടായാൽ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും? ഒരു രാജ്യത്ത് ഒരുപാട് പ്രാദേശിക സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുക? The first point, cannot prepare a railway timetable applicable throughout the country. Cannot prepare a railway timetable applicable throughout the country. ഒരു രാജ്യത്തെ മൊത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റെയിൽവേ സമയ വിവര പട്ടിക നമുക്ക് തയ്യാറാക്കാൻ കഴിയില്ല.
കാരണം കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയം 11 മണിയാണെങ്കിൽ തമിഴ്നാട്ടിൽ ചിലപ്പോൾ ആ സമയം വേറെയായിരിക്കും. അത് വല്ലാത്ത ഒരു പ്രയാസം സൃഷ്ടിക്കും. സെക്കൻഡ് പോയിന്റ്, cannot give the information on radio and television program. അതായത് TV പ്രോഗ്രാം അതുപോലെ തന്നെ റേഡിയോ പ്രോഗ്രാം ഒന്നും നമുക്ക് കൃത്യമായ രീതിയിൽ പ്രക്ഷേപണം ചെയ്യാൻ സാധ്യമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. Then third point, cannot be conducted a national level examination. Cannot be conducted a national level examination. ഒരു ദേശീയ തലത്തിൽ ഒരു എക്സാം നടത്തണം, അഖിലേന്ത്യാ തലത്തിൽ ഒരു എക്സാം നടത്തണം നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്കും അവിടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും. These are the important complications if there are several local time in a country. But today we can able to determine the time very scientifically and accurately. ഇന്ന് നമുക്ക് സാധ്യമാണ് സമയം നിർണ്ണയിക്കാൻ വളരെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രീയമായ രീതിയിലും കൃത്യതയോടെ നമുക്ക് സമയം നിർണ്ണയിക്കാൻ കഴിയുന്നുണ്ട്. പ്ലീസ് വാച്ച് ദ വീഡിയോ. What do you understand from the video? Video നിങ്ങൾ എന്താണ് കണ്ടത്? Yes, the rotation of the earth. അതായത് ഭൂമിയുടെ ഭ്രമണം, rotation of the earth. What is mean by rotation of the earth? Earth spins around its axis. That is known as the rotation of the earth. Again, earth spins around its axis. That is known as the rotation of the earth. അതായത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമി അതിൻ്റെ സാങ്കല്പികമായിട്ടുള്ള അച്ചുതണ്ടിൽ സ്വയം കറങ്ങുക, അതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. Let's see. Earth spins around its axis. Earth spins around its axis. This is known as the rotation of the earth. അതായത് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂമിയുടെ ഭ്രമണം എന്ന് വിളിക്കുന്നത്. And day and night occur due to the rotation of the earth. Day and night occur due to the rotation of the earth. നമ്മുടെ ഭൂമിയിൽ രാവും പകലും ഉണ്ടാവുന്നത് ഏതിന്റെ ഫലമാണ്? ഭ്രമണത്തിന്റെ ഫലമായാണ്. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് രാവും പകലും ഉണ്ടാവുന്നത്. ആൻഡ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. സോ ദ സൺ റൈസസ് ഫസ്റ്റ് ഇൻ ദി ഈസ്റ്റേൺ സൈഡ്. സൺ റൈസസ് ഫസ്റ്റ് ഇൻ ദി ഈസ്റ്റേൺ സൈഡ്. അതായത് ഭൂമിയുടെ കറക്കം, ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യോദയം ആദ്യം കിഴക്കു ഭാഗത്ത് കാണുന്നത്. സൂര്യോദയം കാണുന്നത് കിഴക്കു ഭാഗത്താണ്. Then Earth takes 24 hours to complete one rotation. Earth takes 24 hours to complete one rotation. ഭൂമിക്ക് ഒരു തവണ സ്വയം കറങ്ങാൻ 24 മണിക്കൂർ ആവശ്യമുണ്ട്.
എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആണ്. 24 hours എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ്. ഭൂമിക്ക് ഒരു തവണ അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങാൻ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Let's see. The angular distance of Earth is 360 degree. The angular distance of Earth is 360 degree. So we will get 360 longitudes. We will get 360 longitudes. Then the time required to complete a 360 degree rotation is 24 hours. Again, the time required to complete a 360 degree rotation is 24 hours. Then, on converting 24 hours into minutes, is equal to 24 into 60 is equal to 1440 minutes. Again, on converting 24 hours into minutes, is equal to 24 into 60 is equal to 1440 minutes. Then, the time required to complete 1 degree rotation is equal to 1440 divided by 360 is equal to 4 minutes. Again, the time required to complete 1 degree rotation is equal to 1440 divided by 360 is equal to 4 minutes. Again, the time required to complete 15 degree rotation is equal to 4 into 15 is equal to 60 minutes. That means 1 hour. The time required to complete 15 degree rotation is equal to 4 into 15 is equal to 60 minutes. That means 1 hour. Can you understand? അതായത് ഭൂമിയുടെ കോണീയ അളവ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഭൂമിയുടെ കോണീയ അളവ് എന്ന് പറയാം 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി കോണീയ അളവ് വ്യത്യാസത്തിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഭൂമിയിൽ ഗ്ലോബിൽ 360 രേഖാംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു 1 ഡിഗ്രി കോണീയ അളവ് വ്യത്യാസത്തിൽ. ഇനി ഭൂമിക്ക് 360 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂറാണ്. ഭൂമിക്ക് 360 ഡിഗ്രി കറങ്ങാൻ, അതായത് കോണീയ അളവ് 360 ഡിഗ്രിയാണ്. ആ ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം 24 മണിക്കൂർ ആകുന്നു. ഇനി ഈ 24 മണിക്കൂറിനെ നമുക്ക് മിനിറ്റാക്കി മാറ്റാം. 24 മണിക്കൂറിന് നമുക്ക് മിനിറ്റാക്കിയിട്ട് എങ്ങനെയാണ് മാറ്റുക? 24 ഗുണിക്കണം 60 സമം 1440 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഒരു തവണ കറങ്ങാൻ വേണ്ട സമയം എത്രയാണ്? 1440 മിനിറ്റ് ആണ്. അതായത് 24 മണിക്കൂർ എന്നർത്ഥം 1440 മിനിറ്റ്. ഇനി ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ എത്ര സമയം വേണ്ടി വരും? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ എത്ര സമയം വേണം? അതെങ്ങനെ കണ്ടെത്തുക? ഈ 1440 ഹരിക്കണം 360 സമം 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 4 മിനിറ്റേ വേണ്ടുള്ളൂ 1 ഡിഗ്രി കറങ്ങാൻ. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? അതെങ്ങനെയാ കാണുക? അപ്പം 4 ഗുണിക്കണം 15 സമം 60 മിനിറ്റ്. അതായത് 1 മണിക്കൂർ ആവശ്യമുണ്ട്. അതായത് 15 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം 1 മണിക്കൂറാണ്, അല്ലെങ്കിൽ 60 മിനിറ്റ് ആണ് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. As the rotation of the earth from west to east, so the time is increases towards the east and decreases towards the west. Time is increases towards the east and time is decreases towards the west. അതായത് ഭൂമിയുടെ കറക്കം
പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരുന്നു, എന്നാൽ പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ഭൂമിയുടെ കറക്കം പടിഞ്ഞാറ് നിന്ന് കിഴക്കാണ്. അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരുന്നു, പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, ഗ്രീനിച്ച് ലൈൻ ആൻഡ് ഗ്രീനിച്ച് മീൻ ടൈം, GMT. Let's see the globe. These are the longitudinal lines. These are the longitudinal lines. What is longitude? എന്താണ് രേഖാംശ രേഖകൾ? What is longitude? Longitude is a measurement of location east or west of prime meridian at Greenwich. Again, longitude is the measurement of location east or west of prime meridian at Greenwich. Then this is the 0 degree longitudinal line. 0 degree longitudinal line. This line is known as Greenwich line or Greenwich meridian. 0 degree longitudinal line is known as Greenwich meridian. It acquires its name from Greenwich, the place where the Royal British Observatory is situated and through which this line passes. The time is calculated worldwide on the basis of Greenwich line. Hence, this line is also known as prime meridian. The local time at the prime meridian is known as Greenwich Mean Time. What is Greenwich Mean Time? The local time at the prime meridian is known as Greenwich Mean Time. On the base of this Greenwich Mean Time or Greenwich line, the world is divided into 24 zones at 1 hour time differences. They are known as the 24 time zones. ശ്രദ്ധിക്കുക, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഗ്രീനിച്ച് സമയത്തെക്കുറിച്ചും ഗ്രീനിച്ച് രേഖയെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ ഗ്ലോബ് ശ്രദ്ധിക്കുക, ഇത് രേഖാംശ രേഖകളാണ്. ഇങ്ങനെ പോകുന്ന ലൈൻസ് എല്ലാം രേഖാംശ രേഖകളാണ്. അപ്പൊ എന്താണ് രേഖാംശ രേഖകൾ? അതായത് നമ്മുടെ ഭൂമിയിൽ ഒരു പ്രദേശത്തിന്റെ സ്ഥാനം ഗ്രീനിച്ച് രേഖയ്ക്ക് പടിഞ്ഞാറാണോ കിഴക്കാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു അളവുകോലാണ് ഈ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് 360 രേഖാംശ രേഖകൾ നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഗ്ലോബിൽ 360 രേഖാംശ രേഖകൾ, 1 ഡിഗ്രി കോണീയ വ്യത്യാസത്തിൽ 360 രേഖാംശ രേഖകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖ, ഇതാണ് 0 ഡിഗ്രി രേഖാംശ രേഖ. ഈ 0 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. എന്തുകൊണ്ട് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന് പേര് വന്നു? അതായത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് പട്ടണത്തിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ രേഖയെ എന്ത് വിളിച്ചത്? ഗ്രീനിച്ച് രേഖ എന്ന് വിളിച്ചത്. മാത്രവുമല്ല, ലോകത്തിലെ എല്ലാ സമയവും ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ് നിർണയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖയെ നമുക്ക് പറയാം പ്രൈം മെറിഡിയൻ എന്നും വിളിക്കാം. ലോകത്തിലെ എല്ലാ സമയവും നിർണയിച്ചിരിക്കുന്നത് ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? പ്രൈം മെറിഡിയൻ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. ഇനി എന്താണ് ഗ്രീനിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീനിച്ച് മീൻ ടൈം, GMT എന്താണ്? അതായത്
ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് നമ്മൾ പറയുന്നത് ഗ്രീനിച്ച് മീൻ ടൈം അല്ലെങ്കിൽ ഗ്രീനിച്ച് സമയം എന്നത്. അതായത് ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം, അതാണ് ഗ്രീനിച്ച് മീൻ ടൈം അല്ലെങ്കിൽ ഗ്രീനിച്ച് സമയം എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി നമ്മുടെ ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസമുള്ള 24 സമയ മേഖലകളാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സമയ മേഖലകൾ അല്ലെങ്കിൽ ടൈം സോൺസ് എന്ന് വിളിക്കുന്നു. 24 സമയ മേഖലകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Please watch the video. Do we have standard time? The local time of places which are on different meridians are bound to differ. For example, it will be difficult to prepare a timetable for trains which cross several longitudes. In India, for instance, there will be difference of about 1 hour and 45 minutes in the local times of Dwarka in Gujarat and Dibrugarh in Assam. For example, if it is 12 noon at Dwarka, then at the same time in Assam, it would be 1:45 p.m. It is therefore necessary to adopt the local time of some central meridian of a country as the standard time for that country. In India, the longitude of 82.5 degree east or 82 degrees 30 minutes east is treated as the standard meridian. The local time at this meridian is taken as the standard time for the whole country. It is known as the Indian Standard Time or IST. Okay, what do you understand from the video? Yes, we could understand from the video there are 2 important points. First of all, the standard time, and second, the Indian Standard Time. What is standard time? എന്താണ് സ്റ്റാൻഡേർഡ് സമയം എന്നാൽ? What is standard time? Each country in the world considers the longitude that passes almost through its middle as the standard meridian. The local time at the standard meridian is the standard time of that country. Again, each country in the world considers the longitude that passes almost through its middle as the standard meridian. The local time at the standard meridian is the standard time of that country. അതായത് ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ഒരു രേഖാംശം ആ മാനക രേഖാംശമായി എടുക്കുകയാണ്. ആ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് സമയമായിട്ട് കണക്കാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. The longitudinal extent of India from 68 degree east to 97 degree east. The longitudinal extent of India from 68 degree east to 97 degree east. The longitude passing through the center is 82.5 degree east. The longitude passing through the center is 82.5 degree east. This 82.5 degree east longitude is known as Indian Standard Meridian. The Indian Standard Meridian is 82.5 degree east longitude.
The local time at the 82.5 degree east longitude is known as the Indian Standard Time, IST. The local time at the 82.5 degree east longitude is known as the Indian Standard Time. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രി കിഴക്കേ രേഖാംശം മുതൽ 97 ഡിഗ്രി കിഴക്കേ രേഖാംശം വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒത്ത മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശം 82.5 ഡിഗ്രി കിഴക്കേ രേഖാംശമാണ്. അതായത് 68 ഡിഗ്രി ഈസ്റ്റ് രേഖാംശത്തിനും 97 ഡിഗ്രി ഈസ്റ്റ് രേഖാംശത്തിനും ഇടയിൽ വരുന്ന രേഖാംശം ഏതാണെന്ന് ചോദിച്ചാൽ 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശമാണ്. ഈ 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കേ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശമായി എടുത്തിരിക്കുന്നത്. ഈ 82 ഡിഗ്രി കിഴക്കേ രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറഞ്ഞാൽ 82 ഡിഗ്രി കിഴക്കേ രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്. ഓക്കെ, ടുഡേസ് ക്ലാസ് സമ്മറി. ദ ഫസ്റ്റ് പോയിന്റ് ലോക്കൽ ടൈം, അതായത് പ്രാദേശിക സമയം. ദെൻ സെക്കൻഡ് പോയിന്റ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഭ്രമണം. And third point, Greenwich line and the Greenwich mean time, അതായത് ഗ്രീനിച്ച് രേഖയും ഗ്രീനിച്ച് സമയവും. Then fourth point, time zones, സമയ മേഖലകൾ. 24 സമയ മേഖലകൾ ഉണ്ടെന്ന് പറഞ്ഞു. Then fifth point, standard time, അതായത് സ്റ്റാൻഡേർഡ് സമയം. The last point, Indian standard time, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. These are the important points today. Today's class is over. Thank you.